നിങ്ങൾ എപ്പോഴെങ്കിലും അനശ്വരനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് സാധ്യമാണോ? ശാസ്ത്രലോകം ടൈം ഡയലേഷൻ എന്ന പ്രതിഭാസത്തിലൂടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ടൈം ഡയലേഷൻ? പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ വാഹനത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ വാച്ച് പരിശോധിക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ എന്ന് അത് കാണിക്കുന്നു. എന്നാൽ നിങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ വർഷങ്ങൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ പോലും കടന്നുപോയതായി നിങ്ങൾ കണ്ടെത്തും. സങ്കല്പങ്ങൾക്ക് അതീതമായ ഈ പ്രതിഭാസത്തെ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നു. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ പ്രവചനമാണ്. ഇത് യാഥാർത്ഥ്യത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? എല്ലാവരുടെയും വാച്ച് ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരാൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു ഗുരുത്വാകർഷണ മണ്ഡലത്തിനടുത്ത്, ഉദാഹരണത്തിന് തമോഗർത്തത്തിനടുത്ത് ആയിരിക്കുന്ന സമയത്ത് നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് സമയം മന്ദഗതിയിലായിരിക്കും എന്നർത്ഥം. ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ ഒരു തമോദ്വാരത്തിനടുത്തുള്ള ഒരു ഗ്രഹത്തിൽ ഇറങ്ങുന്നു. അവർ അവിടെ 1 മണിക്കൂർ മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. പക്ഷേ അവർ തങ്ങളുടെ ബഹിരാകാശ വാഹനത്തിലേക്ക് മടങ്ങുമ്പോൾ പിന്നിൽ തങ്ങിയ വ്യക്തിക്ക് 23 വർഷം കഴിഞ്ഞിരുന്നു. ഗുരുത്വാകർഷണ സമയവികാസം അഥവാ ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്ന പ്രതിഭാസത്തിൻ്റെ അനന്തരഫലമാണത്. ഇത് സാങ്കല്പിക ലോകത്തെ ഒരു ശാസ്ത്രീയ അവതരണം മാത്രമാണോ? അതോ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് GPS സാങ്കേതികവിദ്യ. ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ വേഗത്തിൽ നീങ്ങുകയോ ഗുരുത്വാകർഷണം കുറയുകയോ ചെയ്യുന്നതിനാൽ അവയുടെ ഘടികാരങ്ങൾ അല്പം വേഗത്തിൽ ടിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ നാവിഗേഷൻ കൃത്യമാണ് എന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രജ്ഞർ ഈ പ്രഭാവത്തിനായി തിരുത്തലുകൾ വരുത്തുന്നുണ്ട്.